ഇതെന്തായാലും നമുക്ക് നല്ലൊരു ബീഫ് റോസ്റ്റ് അങ്ങോട്ട് റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു 1.5 കിലോ ബീഫ് എല്ലോട് കൂടി അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇവനെ കഴുകി കൊണ്ടെടുക്കണം. ആ ചോരമയൊക്കെ അങ്ങോട്ട് മാറണം വരെ നല്ലപോലെ കഴുകി എടുത്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ബീഫ് റോസ്റ്റ് അങ്ങോട്ട് റെഡിയാക്കി കൊടുക്കാം. കാരണം ബീഫെല്ലാം നല്ലൊരു കഴുകി കുക്കറിനകത്തോട്ട് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 തണ്ട് കറിവേപ്പില, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 3-4 ചെറിയ പീസ് ചിരട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ബീഫെല്ലാം ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി. പിന്നെ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി നമുക്കൊരു 6 വിസിൽ അങ്ങോട്ട് അടുപ്പിച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് വേവിച്ചങ്ങോട്ട് എടുക്കാം. കാരണം വെള്ളമെല്ലാം ഒഴിച്ച് ബീഫ് നല്ലപോലെ ഇളക്കി ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചങ്ങോട്ട് വേവിച്ചെടുക്കാം നല്ല രീതിയിൽ. ബീഫ് എന്നാൽ 5-6 വിസിലൊക്കെ അടിച്ചുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ബീഫിലേക്ക് ചേർക്കാനുള്ള ഐറ്റങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 സവാള ചെറുതായി കട്ട് ചെയ്തത്, 15 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി തേങ്ങാക്കൊത്ത്, 1 തണ്ട് കറിവേപ്പില, 1 പച്ചമുളക്, 1 കൂടം വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് നമ്മുടെ സവാളയും ഉള്ളി, തേങ്ങാക്കൊത്തും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലപോലെ വഴറ്റി കൊണ്ടെടുക്കാം. കാരണം ബീഫിലേക്കുള്ള ചേരുവകളൊക്കെ വഴറ്റിയെടുക്കാനായിട്ട് നമ്മൾ ഉരുളി അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ അങ്ങോട്ട് കത്തിച്ചു കൊടുക്കാം. ഉരുളി അങ്ങോട്ട് വെച്ച് ഉരുളി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അധികം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല, ബീഫിന് അല്പം നെയ്യുള്ള ബീഫാണ്. ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടിയുള്ള എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ പെരിഞ്ചീരകം കൊണ്ടിട്ട് കൊടുക്കാം. പെരിഞ്ചീരകം എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 പിടി തേങ്ങാക്കൊത്ത്, 2 പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കാൻ ഇളക്കി കൊടുക്കണം. അതും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അത് നല്ലൊരു ഇളക്കി കൊണ്ടുവരണം. അത് വന്ന് മൂത്ത് വരുമ്പോഴത്തേന് സവാളയും ചെറിയുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. അത് നല്ലപോലെ ഇളക്കി അത് നമുക്ക് വഴറ്റി കൊണ്ടുവരണം. പെട്ടെന്ന് വഴന്ന് വരാൻ അല്പം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി വഴറ്റി ഒരു ബ്രൗൺ കളർ അങ്ങോട്ട് ആക്കി കൊണ്ടിടുന്നു. എന്നാലും നമ്മുടെ ഉള്ളി സവാള എല്ലാം ഒന്ന് നല്ലപോലെ വഴന്ന് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിയേറ്റം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരല്പം മഞ്ഞൾപ്പൊടി നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം. അതിനുശേഷം കാശ്മീരി മുളക് പൊടി 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടി, ഇത്ര അങ്ങോട്ട് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി ആ പൊടികളുടെയൊക്കെ പച്ചക്കുത്തിൽ അങ്ങോട്ട് മാറ്റിയെടുക്കും. കാശ്മീരി മുളക് പൊടിക്ക് അല്പം എരിവുള്ളതാണ്, അതാണ് 2 സ്പൂൺ മാത്രം ഇട്ട് കൊടുത്തത്. പിന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ എരി കൂടുതലാവും. ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇത് ഇളക്കി ഒന്ന് മൂപ്പിച്ച് കൊണ്ട് കൊടുക്കണം. പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ബീഫിനകത്തെ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളവും നെയ്യും കൂടാണ്. വെള്ളം നമ്മളാകെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളായിരുന്നു. പിന്നെ ബീഫിലെ വെള്ളവും പിന്നെ അതിൻ്റെ നെയ്യെല്ലാം ഇറങ്ങിയതാണ്. അതിനുശേഷം നമുക്ക് ബീഫും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ബീഫ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് 15 മിനിറ്റ് അങ്ങോട്ട് വേവിച്ചുകൊണ്ട് കൊടുക്കാം. അന്നേരം നമ്മുടെ മസാലകളെല്ലാം ഒന്ന് ബീഫിലോട്ടൊന്ന് പിടിക്കണം. അതിനുശേഷം എല്ലാം ഒന്ന് വെന്ത് കുറുകി വരുമ്പോൾ ഇതിലേക്ക് ഗരം മസാലയും അതുപോലെ തന്നെ അല്പം കുരുമുളക് പൊടിയും നമ്മൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് അടച്ചുകൊണ്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ബീഫൊക്കെ അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുറന്നു കൊണ്ട് നോക്കാം.
നല്ല സെറ്റായിട്ട് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നമുക്ക് ഉപ്പും അതുപോലെ തന്നെ ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കും. ആദ്യം ഉപ്പൊന്ന് ഞെക്കി നോക്കാം. ഉപ്പ് പാകത്തിനുണ്ട്. ഇനി നമുക്ക് കുരുമുളക് പൊടി അതുപോലെ തന്നെ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കും. 1/2 സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയാണ് ബീഫിനെയൊക്കെ ഒരു ടേസ്റ്റ് അങ്ങോട്ട് ആക്കിയെടുക്കുന്നത്. പിന്നെ 1/2 സ്പൂൺ ഗരം മസാല, നമ്മൾ വറുത്ത് പൊടിച്ച നല്ല നാടൻ ഗരം മസാല. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കും. ആ കുരുമുളക് പൊടി ഗരം മസാലയും എല്ലാം ബീഫിൻ്റെ കഷ്ണത്തിലെല്ലാം ഒന്ന് പിടിച്ച് ആ ഒരു ഫ്ലേവർ അങ്ങോട്ട് കിട്ടും. ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്കൊരു 10 മിനിറ്റ് അടച്ചിട്ടുണ്ട്. മസാല എല്ലാം ഒന്ന് ബീഫിന്റെ കഷ്ണത്തിലെല്ലാം നല്ലോണം നമുക്ക് പിടിക്കണം. ഇതാ നമ്മുടെ ബീഫൊക്കെ ഇവിടെ നല്ല സെറ്റ് ആയിട്ടുണ്ട്. എല്ലാം നല്ലപോലെ വെന്ത് കുറുകി നല്ല കിടിലോസ്കി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് പരിപാടിയായിട്ട് കടുക് അങ്ങോട്ട് താളിച്ച് ചേർക്കണം. കടുകും അല്പം ഉലുവയും അല്പം ചുമന്നുള്ളിയും കറിവേപ്പിലയൊക്കെ അങ്ങോട്ട് താളിച്ചങ്ങോട്ട് ചേർത്ത് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ നമ്മുടെ ബീഫ് ഇവിടെ നല്ല കിടിലായി, നല്ല പാകത്തിന് വെന്ത് കുറുകി നല്ല കിടിലായിട്ടുണ്ട്. ഇനി നമുക്ക് കടുവും ഉലുവയും എല്ലാം കൂടെ താളിച്ചങ്ങോട്ട് ചേർക്കാം. അന്നേരം കടുക് അങ്ങോട്ട് താളിക്കാണ്ട് പാൻ അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. പാൻ അങ്ങോട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 നുള്ളി ഉലുവ, ഉലുവയും കടുവും എല്ലാം മൂത്ത് വരുമ്പോഴത്തേന് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചുവന്നുള്ളിയും രണ്ട് കറിവേപ്പില അങ്ങോട്ട് കൊടുക്കാം. എന്നാൽ നമ്മുടെ ഉള്ളിയെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീഫിലേക്ക് ഇതങ്ങോട്ട് ചേർത്താൻ കൊടുക്കാം. കടുക് താളിച്ചതെല്ലാം കൂടെ ചേർത്ത് അങ്ങോട്ട് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബീഫിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ അവിടെ മാറി കിട്ടും. ഇനി നമുക്ക് തീയെല്ലാം കൂടെ ഓഫ് ചെയ്താൽ കാരണം തീയെല്ലാം കൂടെ ഓഫ് ചെയ്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് തണുക്കാനാണ്. തണുത്തിവനെ അങ്ങോട്ട് സെറ്റ് അങ്ങോട്ടാവും. ആ എല്ലാം ചേരുവകളെല്ലാം നമ്മുടെ വേറെ കഷ്ണത്തിലെല്ലാം കൂടെ പിഴിച്ച് അവിടെ റെഡിയാണ്. നമ്മുടെ കിടിലായിട്ടുള്ള ബീഫ് പേരള ചോറിൻ്റെ കൂടെ ഒക്കെ കൊണ്ട് കഷ്ണവും ചാറും ഒക്കെ കൊണ്ട് ഒഴിച്ചങ്ങോട്ട് കഴിച്ചു കഴിയുമ്പോഴല്ലോ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും. നമ്മുടെ കിടിലായിട്ടുള്ള ബീഫ് പേരള കടുവും കൂടെ അവിടെ താളിച്ചങ്ങോട്ട് ചേർത്തിട്ട് നമുക്ക് അവസാനമായിട്ട് ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കാം. ചാറൊക്കെ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. നമുക്ക് രക്ഷയില്ല. നല്ല കിടലിനായിട്ട് നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ തണുക്കട്ടെ. കഴിക്കുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചിരട്ട നോക്കി കഴിക്കണമെന്നേ ഉള്ളൂ.
നമ്മൾ ചിരട്ട ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ചിരട്ടയൊന്നും കാണാനേ ഇല്ല. നോക്കി കഴിച്ചില്ലെങ്കിൽ പല്ല് പോക്കണം. എന്നിട്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള ബീഫ് നമ്മുടെ പെരട്ടി കൊണ്ട് എടുത്തിട്ടുണ്ട്. അത് റെഡിയാണ്. ഒരല്പം തണുത്തൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ സംഭവം ഒരു രക്ഷയില്ല.